കഴിഞ്ഞ വർഷം ഡിസംബറിലെത്തിയ ദുരന്തറാണ് ജനുവരി അവസാനവും ഇന്ത്യൻ ബോക്സ് ഓഫീസ് വാഴുന്നത്. കാന്താരയിൽ നിന്ന് 2025 പുറത്തിറങ്ങിയ ഹയസ്റ്റ് ഗ്രോസിംഗ് മൂവി എന്ന പട്ടം തിരിച്ചുപിടിച്ച ചിത്രം വീണ്ടും ഒരു റെക്കോർഡ് കൂടെ ഇട്ടിരിക്കുകയാണ്. 2000 കോടി നേടിയ ദംഗലിന് പോലും സ്വന്തമാക്കാൻ പറ്റാത്ത നേട്ടം. ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ 1000 കോടി നേടുന്ന ആദ്യ ബോളിവുഡ് ചിത്രമായാണ് ദുരന്തർ മാറിയത്. ഇതോടെ ഐക്കോണിക് സിനിമകൾ മാത്രമുണ്ടായ എലൈറ്റ് ലിസ്റ്റിൽ ദുരന്തറും ഇടം പിടിച്ചു. എന്നാൽ ഈ നേട്ടത്തിലെത്തുന്ന ആദ്യ ഇന്ത്യൻ സിനിമയല്ല ദുരന്തർ. ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ ആദ്യമായി 1000 കോടി എന്ന സ്വപ്ന നേട്ടം സ്വന്തമാക്കിയത് പ്രഭാസ് ആണ്. രാജമൗലിയുടെ ബ്രഹ്മാണ്ഡ സിനിമ ബാഹുബലി 2 അതും 2017. ആഗോളതലത്തിൽ ദംഗലിന് പിന്നിലാണെങ്കിലും ഈ ലിസ്റ്റിൽ ഒന്നാമത് ബാഹുബലിയാണ്. 1417 കോടിയാണ് ബാഹുബലി സ്വന്തമാക്കിയത്. അല്ലു അർജുന്റെ പാൻ ഇന്ത്യൻ സെൻസേഷൻ പുഷ്പയുടെ രണ്ടാം ഭാഗവും 1417 കോടി രൂപ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നേടിയിട്ടുണ്ട്. ആഗോളതലത്തിൽ മൂന്നാമതാണ് ചിത്രം. റോക്കി ബായുടെ KGF 2 1000 കോടി നേട്ടം കൈവരിച്ചിട്ടുണ്ട്. ദുരന്തറിന്റെ നേട്ടത്തോടെ ലിസ്റ്റിൽ 5ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിരിക്കുകയാണ് KGF. 1001 കോടി രൂപയാണ് KGFന്റെ നേട്ടമെങ്കിൽ ഇതിനോടകം 1002 കോടിക്ക് മുകളിൽ ദുരന്തർ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നേടിക്കഴിഞ്ഞു. ഈ ലിസ്റ്റിലെ സീക്വലോ പ്രീക്വലോ അല്ലാത്ത ഒരേയൊരു ചിത്രം ദുരന്തറാണെന്ന പ്രത്യേകതയുമുണ്ട്. സൗത്ത് സിനിമകൾക്ക് മുൻപിൽ പിന്നിലായി പോകുന്ന ബോളിവുഡ് ആയിരുന്നു കഴിഞ്ഞ കുറച്ച് വർഷങ്ങളുടെ കാഴ്ചയെങ്കിൽ 2025 അതിനെ തച്ചുടച്ചു. ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമകളിൽ ആദ്യ 5ൽ 3 ബോളിവുഡ് സിനിമകളാണ്. അപ്രതീക്ഷിത ഹിറ്റായ സയ്യാരയും അക്കൂട്ടത്തിൽപ്പെടും. ഈ റെക്കോർഡുകളെല്ലാം മറികടക്കാൻ ഇക്കൊല്ലം നിരവധി ബിഗ് ബഡ്ജറ്റ് ചിത്രങ്ങൾ എത്തുന്നുണ്ട്. അതിൽ ദുരന്തറിന്റെ രണ്ടാം ഭാഗവുമുണ്ട്. യഷിന്റെ ടോക്സിക്കും ഷാരൂഖ് ഖാന്റെ കിങ്ങും രൺബീറിന്റെ രാമായണിയുമെല്ലാം 2026 ഹൈലി ആന്റിസിപ്പേറ്റഡ് മൂവീസാണ്.